നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എത്ര സന്തോഷത്തോടെയാണ് അവർ ആ സംഗീതത്തോടൊപ്പം ആടിപ്പാടുന്നത്. അതിലെവിടെയെങ്കിലും മേനിയഴകിൻ്റെ പ്രദർശനം നിങ്ങൾ കണ്ടോ? അവിടെ എവിടെയെങ്കിലും ആണും പെണ്ണും ചേർന്നുള്ള ആഭാസം നിങ്ങൾ കണ്ടോ? നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുരു പൊട്ടാത്തവർ എന്ന് പുതിയ മലയാളത്തിൽ പറയേണ്ടി വരും. എവിടെ വ്രണപ്പെടണമെന്ന് ഇത്ര കുഴിഞ്ഞു ചിന്തിക്കുന്ന മനുഷ്യരുള്ളൊരു സമൂഹം എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെടുകയാണ് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ. സൂംബ ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കണം, അതിനുള്ള പരിശീലനം നൽകണം എന്ന ഒരു നിർദ്ദേശം വരുമ്പോൾ എത്ര പെട്ടെന്നാണ് അതിനെ മുഴുവനും എന്ന നിലയ്ക്ക് തന്നെ, സൂംബ എന്ന് പറയുന്ന വ്യായാമ ശൈലിയെ മുഴുവനും എന്ന നിലയ്ക്ക് തന്നെ സ്കൂളുകളിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന രീതിയെ പോലുമല്ല, ആ രീതിയെ മുഴുവനെ തന്നെ അടച്ചാക്ഷേപിക്കാൻ പോകുന്ന തരത്തിൽ, അതും വളരെ സെക്സിസ്റ്റായ റിമാർക്സ് അടക്കം ആക്ഷേപിക്കാൻ പോകുന്ന തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ശബ്ദം ഉയർന്നു വരുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി, സത്യം പറഞ്ഞാൽ ഗവേഷണ ബുദ്ധിയോടുകൂടി നമ്മൾ നോക്കി കാണേണ്ട ഒന്നാണ്. അതിനൊപ്പം തന്നെ കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസ്. അതുമായി ബന്ധപ്പെട്ട് ആ സിനിമ സർട്ടിഫിക്കേഷന് വേണ്ടി സമർപ്പിച്ചത് ജൂൺ 12-ാം തീയതിയാണ്. 18-ാം തീയതി പ്രദർശനം പൂർത്തിയാക്കിയതാണ്. ഇതുവരെ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ, ഏതാണ്ട് 80 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്കുള്ള നഷ്ടം കാലതാമസം മുഖേന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് വ്യക്തമാക്കുന്നത്. ജാനകി എന്ന പേര് മതവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ പേരിലാണ് ആ സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് വ്യക്തമാക്കുന്നത്. ചില മാനദണ്ഡങ്ങൾ പ്രകാരം, സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങളുടെ ഒക്കെ വികാരം വ്രണപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ആ സർട്ടിഫിക്കേഷൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് എങ്കിൽ അതിനെ എങ്ങനെയാണ് പൊതുജാഗ്രതയോടെ നേരിടേണ്ടത് എന്നുള്ളതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ രാഹുൽ ഈശ്വർ, വലത് സഹയാത്രികൻ, ഗവേഷകൻ. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, അഭിഭാഷകൻ. ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം MESന്റെ പ്രതിനിധിയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘടനയുടെ കീഴിലുണ്ട്. ഒപ്പം ശ്രീ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ, അദ്ദേഹം സമസ്തയുടെ പ്രഭാഷകനാണ്. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, അദ്ദേഹം എക്സ് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളാണ്. സ്വാഗതം എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക്. ശ്രീ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ, അങ്ങേക്ക് കേൾക്കാമോ? അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ജാബിർ, അങ്ങേക്ക് കേൾക്കാമോ? ഹലോ, കേൾക്കാം. നമസ്കാരം. ശ്രീ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല കാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. സൂംബ എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് വെറുക്കപ്പെട്ടതാകുന്നത്? സൂംബ എന്തുകൊണ്ടാണ് ഒരു ആഭാസമായി മാറുന്നത്? സൂംബ ഡാൻസ് എന്ന ഈ പുതിയ പരിഷ്കാരം, അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് സമസ്ത ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം രേഖപ്പെടുത്തുകയോ മറ്റ് പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് അതിൻ്റെ ധാർമ്മിക വശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികളെ ബാധിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ ഈ ഒരു തീരുമാനം വരുന്നത് എത്രമാത്രം ജനാധിപത്യപരമായിട്ടാണ്, എത്രത്തോളം ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒരു പരിണിത ഫലമായിട്ടാണ് എന്ന ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സൂംബ ഡാൻസ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള 2025 മെയ് 15-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ളൊരു വാർത്ത, ആ വാർത്തയെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാൻ കഴിയും. സൂംബ ഡാൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ പോവുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ
സ്കൂളുകളിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം ആരംഭിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഴുവൻ കുട്ടികളെയും സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് സൂംബ കുട്ടികളെ പരിശീലിപ്പിക്കാനും എല്ലാ ദിവസവും അത് ചെയ്യാനുമുള്ള സംവിധാനം സ്കൂളിൽ ഒരുക്കാനും നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ആ യോഗത്തിൽ വെച്ച് തന്നെ നിർദ്ദേശം അംഗീകരിച്ചു. 1,60,000 അധ്യാപകർ ഇതിൻ്റെ പരിശീലകരായി മാറും. സ്കൂൾ തുറന്നാലുടൻ മുഴുവൻ വിദ്യാർത്ഥികളെയും സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയുടെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന സ്വാഭാവികമായി ഒരു പുതിയ സംവിധാനം പരിചയപ്പെടുത്തപ്പെടുമ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടുവരിക എന്ന ആശയത്തിലേക്ക് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എത്തിയത് എങ്ങനെയാണ്? ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ പഠനങ്ങളുടെയോ അല്ലെങ്കിൽ ഗവേഷണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹം ആ വിഷയം പറയുന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യമായി അതിൻ്റെ പേര് പോലും, ഈ സൂംബ ഡാൻസ് എന്ന പേര് പോലും അദ്ദേഹത്തിന് പറയാൻ ആ യോഗത്തിൽ സാധ്യമായിട്ടില്ല എന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക്, ഒരാശയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല പഠനങ്ങളോ അല്ലെങ്കിൽ ഗവേഷണങ്ങളോ സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഇതൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി സ്വാഭാവികമായി ഇതിൻ്റെ മുന്നോടിയായി പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകൾ നടന്നിരുന്നു, ജനകീയ സദസ്സുകൾ നടന്നിരുന്നു. സ്കൂൾ തലങ്ങളിലും ഈ കാര്യങ്ങളാണ്, അതായത് മതപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള നീക്കം എന്നതിനെ പറ്റി സംസാരിക്കാമെന്നാണ് അങ്ങ് പറയുന്നത്. ഇതിനു മുൻപുണ്ടായ പ്രതികരണങ്ങൾ, അത് സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ, നാസർ ഫൈസി കൂടത്തായുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന്, അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണ്. ഒരു ചർച്ചയ്ക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഇപ്പം മൈക്കിനെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും പറയുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അങ്ങ് ഈ ജനാധിപത്യപരമായ സമീപനം എന്ന നിലയ്ക്ക് അതിനെ ഒന്ന് ലഘൂകരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെന്നാൽ പോലും മുഖ്യമന്ത്രിക്ക് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൂടെ എന്നൊരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പാഠ്യവിഷയത്തിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ലഹരി വിരുദ്ധ പ്രചാരണങ്ങളുടെ ഭാഗമായി ലഘു വ്യായാമം, അതിനൊപ്പം വേണമെങ്കിൽ സൂംബ എന്ന നിലയ്ക്ക് അതൊന്ന് പരിശീലിക്കാം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അത് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പഠിച്ചോ, ഗവേഷണം നടത്തിയോ, ചർച്ച നടത്തിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ. മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള ആഭാസം എന്ന് എന്ത് ഗവേഷണത്തിന്റെയും ചർച്ചയുടെയും ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ആഭാസം നടത്താനുള്ള വേദി എന്ന് എന്തു ചർച്ചയും ഗവേഷണവും നടത്തിയിട്ടാണ് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്? അത്തരം ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക ഉയർന്നു വരാനുള്ള കാരണം സ്വാഭാവികമായി ഈ സൂംബ ഡാൻസ് ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഭാഗമായി, ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഡാൻസാണ്. അതോടൊപ്പം ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലേക്ക് അയച്ചിട്ടുള്ള വീഡിയോകളിൽ, അതുപോലെ തന്നെ ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രത്തിൽ ഒക്കെ ഈ രീതിയിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു പരിഗണനയുടെ അകത്തു നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള വേഷവിധാനങ്ങളും അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇഴചേർന്നുകൊണ്ടുള്ള ഡാൻസിൻ്റെ രൂപങ്ങളും രീതികളും ഒക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികമായി മതനേതാക്കൾ എന്ന നിലയിൽ, മതവിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ അങ്ങനെ ഒരു ആശങ്ക ഉയർത്തിയിട്ടുള്ളത്. ആ ആശങ്ക ദൂരീകരിക്കുന്നതോടൊപ്പം ഈ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട് ഒക്കെ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരോട് ഇന്ന വേഷവിധാനത്തിൽ നിങ്ങൾ ഇപ്പോൾ തിരുവാതിര കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് പോട്ടെ, തിരുവാതിര ഒരു അനുഷ്ഠാന കല എന്ന നിലയ്ക്ക് ആ വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭരതനാട്യം കളിക്കുന്ന പോലെ, മോഹിനിയാട്ടം കളിക്കുന്ന പോലെ ഡ്രസ്സ് ഇട്ടൊന്നും ഇവരാരും സൂംബ പ്രാക്ടീസ് ചെയ്യില്ല. പക്ഷേ ആ ഡ്രസ്സ് ഇട്ട്, ആ വീഡിയോയിൽ അയച്ചിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടേ എന്നുള്ളൂ. പിന്നെ ഇനി ആശയം പാശ്ചാത്യമായതിൻ്റെ പേരിലാണ് എങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ അപകടകരമായ അവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ തന്നെയുള്ള
നമ്മുടെ എന്ന് പറയുന്നത് പറയുന്നവരുടേതാണ് കേട്ടോ. നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സംസ്കാരത്തോടും ആശയത്തോടും വിശ്വാസത്തോടും ചേർന്ന് നിൽക്കുന്ന, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന വിശ്വാസങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന ആചാരങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന അവകാശങ്ങൾ, നിങ്ങൾക്ക് എപ്പോഴാണ് മറ്റ് ആശയങ്ങളെക്കുറിച്ച്, അതായത് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും അംഗീകരിക്കാത്ത, പലരും അംഗീകരിക്കാത്ത ആശയങ്ങളോട് വൈമുഖ്യം തോന്നി തുടങ്ങിയത്? നിങ്ങൾ ആരുടെ കുഴിയാണ് വെട്ടുന്നത്? പാശ്ചാത്യമായി എന്നതുകൊണ്ട് മാത്രം അതിനെ അന്ധമായി എതിർക്കണമെന്നോ തള്ളിക്കളയണമെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് അപകടകരമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന സ്വാഭാവികമായ ആശങ്ക ഉയരുന്നത്. ആ ആശങ്ക പ്രകടിപ്പിക്കാനുള്ള ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന ആശങ്കയാണ് ഉന്നയിക്കുന്നത്. ശരി, അല്ല ഉന്നയിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗവേഷണങ്ങൾ, നേരത്തെ പറഞ്ഞ ചർച്ചകൾ, നേരത്തെ പറഞ്ഞ ജനാധിപത്യപരമായ രീതി, ഇത് നടപ്പിലാക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരവോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ പുറത്തു വരുന്നത് ഇതുവരെ പോലും ക്ഷമിക്കാൻ കഴിയാത്ത അസഹിഷ്ണുത, ഈ വാക്കുകളൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ന് ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ വിനയപൂർവ്വം. ശ്രീ ജാബിർ ഹുസൈൻ, സർക്കുലർ വന്നു കഴിഞ്ഞു, അത് നടപ്പിലായി കഴിഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പാഠ്യവിഷയമായി പഠിപ്പിക്കണമെന്ന് സർക്കുലർ അല്ല വന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് പരിശീലിപ്പിക്കണം, അതുതന്നെ വേണമെന്ന് നിർബന്ധമില്ല. എങ്ങനെ നടപ്പിലാക്കണമെന്നില്ല. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ യൂണിഫോം ധരിച്ച് അവനവന്റെ മതവിശ്വാസവുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തോടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള, വിശ്വാസമനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടു. അങ്ങനെയും നടപ്പിലാക്കാം. ഇതിങ്ങനെയല്ല. അയച്ചു കൊടുക്കപ്പെട്ട വീഡിയോ എങ്ങനെയാണ് ഇത്തരം താല്പര്യമുള്ള ആളുകൾക്ക് കൈവശത്തേക്ക് എത്തിയതെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അതനുസരിച്ച് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ മുൻകൂർ ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള അസഹിഷ്ണുത ഉണ്ടാവുകയും ചെയ്തത് എങ്ങനെയാണെന്നൊരു ആശങ്ക ഞാൻ മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ. അങ്ങയിലേക്ക് വരാം ഞാൻ. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ, ആ സിനിമയിൽ ജാനകി എന്ന പേര് അതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നടക്കാത്തത് എന്ന ആരോപണമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉന്നയിക്കുന്നത്. അത് കോടതി വരെ എത്തുകയും ചെയ്യുന്നു. 18-ാം തീയതി പ്രദർശനം പൂർത്തിയാക്കിയ ഒരു ചിത്രം വിപണിയിലേക്കാണ് എത്തുന്നത്. ആ വിപണിയിലേക്ക് എത്തേണ്ട സിനിമ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമായി ഉന്നയിക്കുന്നത് ആ പേരൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്ത് ഒരു വ്യായാമമുറ സൂംബ എന്ന രീതിയിൽ ജനപ്രിയമായി മാറിയിരിക്കുന്ന, അതായത് ലൈസൻസോടുകൂടി ഇവിടെ പരിശീലന പദ്ധതികളും സ്ഥാപനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു രീതി, അതിനെ അടച്ചാക്ഷേപിക്കുകയാണ്. അത് വേണ്ട എന്ന് പോലുമല്ല, അതിനെ തന്നെ അടച്ചാക്ഷേപിക്കുകയാണ്. അതിങ്ങനെ ആഭാസമാണ്, അത് മേനിയടക്ക് പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ്, വിദ്യാർത്ഥികളെ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ളൊരു രീതിയാണ്, അതിന് പിന്നിലുള്ളത് മറ്റു ചില അജണ്ടകളാണ് എന്ന നിലയ്ക്കൊക്കെ, അതായത് എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും, എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത്? വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. മുസ്ലിങ്ങൾക്ക് മാത്രം കുരു പൊട്ടിയാൽ പോരല്ലോ, കുറച്ച് നമ്മളുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുകളൊക്കെ പൊട്ടട്ടെന്നേ. അതാണ് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദു മത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത്, നിർമാല്യം പോലെയുള്ള മൂവികളൊക്കെ ഇവിടെ വന്നിരുന്നത്, ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാരാണ് വഴിവെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല. മുഹമ്മദ് നബി വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. പാല് കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു 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 സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡൻ അങ്ങേക്ക് അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാനൊന്ന് മുഴുവനാക്കട്ടെ, എന്നിട്ട് ഞാൻ മുഴുവനാക്കിയിട്ട് അപ്പൊ അവരോട് ഡാൻസിനെ കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ വന്നിരുന്നിട്ട് ഇത് ഡെമോക്രസിയെ ഒരു നിമിഷം ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങേക്കെന്നെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങേക്കെന്നെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ, അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിലെ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. ഒരു മതത്തെയും ഒരു വിശ്വാസത്തിലെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വിശ്വാസികളെ മൊത്തമല്ല ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം അല്ല, പക്ഷേ അങ്ങ് പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്. അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അല്ലേ? ഓക്കെ. അപ്പൊ ആ നിലയ്ക്ക് ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഖ്യകളെന്ന് ആരും വിളിക്കുന്നില്ല. ഹിന്ദുക്കളെ സംഖ്യകളെന്ന് ആരും വിളിക്കുന്നില്ല. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഞാൻ അങ്ങയോട് അതായത് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത്. പക്ഷേ ഹിന്ദുക്കളെ ആരും സംഖ്യകളെന്ന് വിളിക്കുന്നില്ല, മുസ്ലിംസിനെ ആരും കോയ എന്ന് വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. ചുരുങ്ങിയതും ശുഷ്കമായതുമായി മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ്. ഉപേക്ഷിക്കണം. വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഓക്കെ, വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദയം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞത് എന്താണ്, ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എയറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല, പഠനമുണ്ടായില്ല എന്നാണൊക്കെ പറയുന്നത്. പഠനമുണ്ട് എന്ന് വെച്ചാൽ ഈ സൂംബ പോലെയുള്ള ഈ എന്താ പറയാ ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എയറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ്. അതിനി ഓരോ സ്കൂളിലും നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നല്ലതാണ്. ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു എയറോബിക് എക്സസൈസ് ഫോമാണ് എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെക്കുറിച്ച് പറയുന്നത്. ശാസ്ത്രീയമായ തെളിവുകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? സ്ത്രീകളിൽ നിങ്ങളത് നടത്തുന്നു, അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നു. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഞാനൊന്ന് ഇടപെടുകയാണ്. ഒറ്റ മിനിറ്റ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, അടുത്ത് ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഒരു നിമിഷം. ഞാൻ ശ്രീ പ്രമോദ് പുഴകരയിലേക്ക് ഞാൻ പറയുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ പറയുകയാണ്. എനിക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയട്ടെ. ഞാനാണല്ലോ ഈ ചർച്ച നടത്തുന്നത് ഞാനാണ്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. അങ്ങൊന്ന് ക്ഷമിക്കൂ. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, അങ്ങ് നോക്കൂ, ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല അങ്ങയോട് ചോദിച്ചത്. ഞാൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം
ഇത്തരം തീവ്രമായ നിലപാടുകൾ, ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ്. അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങേക്ക് അതൊന്ന് ക്ലാരിഫൈ വരുത്താൻ, അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത്. ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ്. ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ്. ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് ഹയാ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരിക. എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു. അതിന് പകരം അങ്ങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി, അവരുടെ പ്രവാചകനെ പറ്റി, അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് അത്തരത്തിലൊരു ഉള്ളതുകൊണ്ടാണ് എന്ന നിലയ്ക്ക് അവർക്ക് ആരോപണമില്ലേക്ക്. ഇത് ഒരു ചർച്ച നടത്തുന്നത് സമൂഹം മുന്നോട്ട് പോകാനാണ്, സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല. വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സമ്മതിക്കില്ല. ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? മതവിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല, അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല. അവരത് അഡ്രസ് ചെയ്യട്ടെ, അവരുടെ പ്രശ്നമാണത്. എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ആഭാസം എന്ന് വിളിച്ചത്. ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞാൽ ആ വിഷയം പറയുമ്പോൾ ആ വിഷയം പറയാതെ മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകനിലേക്കും വരെ എത്തിയെത്തുന്ന പരാമർശങ്ങൾ. കാരണം ജനാധിപത്യത്തെ കുറിച്ച് അവർ വാദവരാതെ സംസാരിക്കുമ്പോൾ എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ മര്യാദയിൽ നോക്കൂ, നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരാണ്. സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത്, വിശ്വാസത്തെ അല്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട്. വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ അജണ്ടകളെയാണ്, വിശ്വാസത്തെ അല്ല. ആ നിലയ്ക്ക് വിശ്വാസം മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നിടത്തോളം വിശ്വാസത്തെ പറയുക എന്നുള്ളതല്ല, വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെ പറയുക എന്നുള്ളതാണ് സാമൂഹിക ഉത്തരവാദിത്തമുള്ള മനുഷ്യരുടെ ഉത്തരവാദിത്തം. ശരി, ഓക്കെ. ശ്രീ ഫസൽ ഗഫൂർ, ഇതിപ്പോ കുറച്ച് കൈവിട്ടു പോയി എന്ന ബോധ്യം എല്ലാവർക്കും, എല്ലാ പാനലിസ്റ്റുകൾക്കും ഉണ്ടാകും എന്ന് ഞാനും വിചാരിക്കുന്നു. ആ തരത്തിൽ വ്രണപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ടതുമാണ്, ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതുമാണ്. അങ്ങ് വിയോജിപ്പുകൾ ചൂണ്ടിക്കാണിച്ചു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ അങ്ങ് സംസാരിച്ച സമയത്ത് അങ്ങും അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? അടിച്ചേൽപ്പിക്കും ഈ നിലപാട് എന്ന് തോന്നാൻ കാരണം എന്താണ് MES-നും? അല്ല, ഞാനാണല്ലോ മാധുവിന് അയച്ച് പറഞ്ഞു തന്നത്. ഈ ഓർഡർ വന്നിട്ടുള്ളതിൽ ഒരിക്കലും ഗവൺമെൻറ് ഇത് പരിപൂർണമായിട്ട് സ്കൂളുകളിൽ നടപ്പാക്കുന്നോ അല്ലെങ്കിൽ അതിന് അധ്യാപകരെ നിയോഗിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കരിക്കുലറിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം നടക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ട് അവരത് എഴുതുകയും അതിനൊരു ബാർ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റു കായികമായിട്ടുള്ള എന്നാണ് എഴുതിയിട്ടുള്ളത്. സൂംബ അല്ലെങ്കിൽ അപ്പോൾ അതിൽ ചാടിക്കയറി ആരും അപ്പുറത്തുനിന്നും കൂടെ ചാടിക്കയറേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ചർച്ച ചെയ്യാമല്ലോ. മനസ്സിലായില്ലേ? സ്ത്രീ പുരുഷ ഇഷ്ടം പോലെ ഗെയിംസ് നടക്കുന്നുണ്ടല്ലോ. ഓരോ കോളേജിൽ സ്കൂളിലും നടക്കുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും കളിക്കുന്നുണ്ട്. അവർ ചില ടേബിൾ ടെന്നീസ് മിക്സഡ് കളിക്കുന്നുണ്ട്, ടെന്നീസ് മിക്സഡ് കളിക്കുന്നുണ്ട്, മിക്സഡ് ഗെയിംസൊക്കെ ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ അത് വേറെ വിഷയമാണ്. പക്ഷേ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കും എന്ന് പറയുമ്പോൾ ആണ് ഇതിൽ പ്രശ്നം വരുന്നത്. കാരണം ഞാനിനി വേറെ റോളിലോട്ട് വരാം. ഞാനൊരു ന്യൂറോളജിസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ പഠനം അടിച്ചു നോക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഐസോമെട്രിക് എക്സസൈസ്, ബുൾഡോസർ, വേറെ യോഗ, വേറെ തരത്തിൽ മനസ്സിലായി വേറെ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുമാതിരി പല കാര്യങ്ങളും നടപ്പാക്കി നോക്കിയിട്ടുണ്ട്. പിന്നീട് അതിന് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ബോക്സിങ് ഫോർ എക്സാമ്പിൾ, ഇടി കൊണ്ടതിന് ശേഷം ബോക്സേഴ്സ് എത്ര പേർക്ക് പാർക്കിൻസൺസ് ഡിസീസ് വന്നു. അപ്പോൾ ഈ പഠനങ്ങൾക്ക് വിധേയമായത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ പഠനത്തിൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ള സയൻറ്റിഫിക് ആർട്ടിക്കിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത്തരത്തിലും ഇത്തരത്തിലും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. പിന്നെ മതപരമായിട്ടുള്ള വിഷയത്തെ പറ്റി ഒരു തമാശയോടുകൂടെ ഞാൻ പറയാം. ഈ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ 2 സ്കൂളിൽ വിളിച്ചു ചോദിച്ചു സൂംബ ഡാൻസ് നടത്തിയോ ഇല്ലേ എന്നുള്ളത്, ഞങ്ങളുടെ തന്നെ സ്കൂളിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞു അവർ നടത്തിയില്ല, വേറെന്തൊരു സംഭവം നടത്തിയെന്ന്. വേറെ സ്ഥലത്ത് പറഞ്ഞാൽ അവർ നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല.
ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം, പക്ഷെ അതൊരു നിർബന്ധിതമായിട്ട് ആക്കാൻ പാടില്ല എന്ന് മാത്രമേ നമുക്കതിലുള്ളൂ. ആസ് എൻ ഓപ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പം ഡാൻസ് ആസ് എൻ ഓപ്ഷനാണ്. അത് ചില ഡാൻസസിൽ ചില കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ പങ്കെടുക്കണ്ടാവില്ലെന്നേ, അതുമാതിരിയുള്ള കാര്യം. അപ്പോൾ അത് എങ്ങനെ പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ വോളിബോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലിസ്തനിക്കായിട്ടുള്ള വേറെ വല്ല എക്സസൈസോ ആക്കണം. ഇത് ഒരുപാട് തരത്തിലുള്ള എക്സസൈസുകളുണ്ട്. അപ്പോൾ അതാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചാടിക്കയറിയിട്ട് ഒരു ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് മതസംഘടനകൾ ഒന്നിച്ചൊരു തീരുമാനത്തിൽ അവർ പോയിട്ടില്ല. ഇനി അടുത്തത്, മതസംഘടനകൾ ഒരു തീരുമാനം എടുത്താലും ഞങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ മതസംഘടനകൾ തീരുമാനിക്കുന്നൊന്നുമല്ല സ്ഥാപനങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഞങ്ങളുടെ സംഘടന അതിനൊരു തെളിവാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഇതനുസരിച്ചിട്ടാണ് നടപ്പാക്കുന്നത്. അതുമാതിരി തന്നെ ഇൻഡിവിജ്വൽ സ്കൂളുകളുണ്ട്, മുസ്ലിം മാനേജ്മെൻ്റ് ഉള്ളത്, അവർക്ക് ഇഷ്ടമുള്ളതാണ്. പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. CBSE ബോർഡിൽ നിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും കേന്ദ്ര ഗവൺമെൻറ് കിട്ടിയിട്ടില്ല. ഇനി വരണമെങ്കിൽ തന്നെ അവർ യോഗയെ പറയുള്ളൂ. അപ്പോൾ ആ നിലക്ക് നമ്മൾ കയറിയിട്ട് ഇതൊരു വലിയൊരു വിവാദമാക്കുന്നൊരു കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ ഇടപെടാനുള്ള കാരണം വേറൊന്നും ഉണ്ടല്ല. ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരു എക്സ് മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ സ്വഭാവം മുസ്ലിങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് ഒബ്ജക്ഷൻ പറഞ്ഞത്. ആ വ്യക്തിനെ അറിയുന്നതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം എന്ത് വേണമെച്ചാലും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. മുസ്ലിങ്ങളെ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്, വ്യക്തിപരമായിട്ട് അവിടെ കാണിച്ച് വിമർശിച്ചോട്ടെ, യാതൊരു കുഴപ്പമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇരിക്കുന്ന ഒരു പാനലിലിരിക്കുമ്പോൾ ഒരു മുസ്ലിം സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും എനിക്ക് അതിൽ ഒബ്ജക്ഷൻ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒബ്ജക്ഷൻ പറയുന്നു. അപ്പോൾ ഇതാണ് വേറൊരു ആംഗിളുള്ളത്. അപ്പം നടപ്പാക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല, ഈ ചർച്ച നടത്തിയിട്ടില്ല. ഒരു കരിക്കുളം മാറ്റം വരുത്തുമ്പോൾ, സിലബസിൽ മാറ്റം വരുത്തുമ്പോഴൊക്കെ സാധാരണ ഒരു ചർച്ച നടക്കാറുണ്ട്. ആ ചർച്ച നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അവരെ ഇതുവരെ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ധാർമ്മിക വശവും അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പോൾ ഈ ഡ്രസ്സിങ് തന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കുക. 2 തരത്തിൽ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരുണ്ട് ഒരേ സ്പോർട്ടിൽ തന്നെ. നീണ്ട സ്കേർട്ട് ഇട്ട് കളിക്കുന്ന കളിക്കാരുണ്ട്, അതേസമയം ചെറിയ ഡ്രസ്സ് ഇട്ട് ട്രൗസർ ഇട്ട് കളിക്കുന്നവരുണ്ട്. ഞാൻ ഈ വോളിബോളിലും ബാസ്കറ്റ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഇതിൻ്റെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഡ്രസ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് വരാൻ പോണ ഒരു കാര്യങ്ങളാണ്. രാവിലെ അങ്ങ് പ്രതികരിച്ചപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് കുറച്ചുകൂടി കടുത്ത നിലപാടാണ് ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോഴത്തേക്ക് അതൊന്ന് പരുവപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള മനസ്സിലാക്കലിനൊരു ഇടപോലും ഇല്ലാതെയുള്ള വിമർശനം രാവിലെ തന്നെ, അതും ഈ സ്കൂളിൽ നടപ്പിലാക്കുന്നത് മാത്രമല്ലെന്നേ, ഈ സുംബ എന്ന് പറയുന്ന രീതിയെ തന്നെ ഈ നിലയിൽ അത് പാടില്ലാത്തതാണ്. അത് ചെയ്യുന്ന മനുഷ്യരിപ്പോൾ മോശപ്പെട്ടവരായി പോകുന്നു. അങ്ങനെയുള്ള കാഴ്ചപ്പാടുണ്ടാകുന്നു. ഇവരൊക്കെ പറയുന്നത് വലിയ വേദവാക്യമാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യർക്ക് ആ രീതിയെക്കുറിച്ച് തന്നെ, വ്യായാമ മുറയെക്കുറിച്ച് തന്നെ മോശം കാഴ്ചപ്പാടുണ്ടാകുന്നു. ഇങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നിടത്താണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെച്ചാൽ അപ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ട്. അതിനെ എല്ലാത്തിനെയും മതത്തിൻ്റെയും സാമുദായിക താല്പര്യത്തിൻ്റെയും പേരിൽ കാണേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് സിനിമ പോലും വലിയ വിവാദമായി നിൽക്കുന്ന സമയമാണ് ഒരു പേരിൻ്റെ പേരിൽ. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പക്ഷെ ചർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം, വെറുപ്പിന് വേണ്ടി ആയിരിക്കരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒരു സമുദായത്തെയും വിശ്വാസത്തെയും എതിർക്കുക എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക മാന്യമായ രീതിയിൽ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പ്രമോദ് പുഴങ്കര, നിയമത്തിന്റെ കണ്ണിൽ ഇതിപ്പോൾ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് സർട്ടിഫിക്കേഷന് വേണ്ടി എത്തുന്നു, പ്രദർശനം കഴിയുന്നു, അതിനുശേഷം ഇതിൻ്റെ കമ്മിറ്റിയിൽ ആദ്യത്തെ ഘട്ടത്തിൽ അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്ന് അതിന് അനുവാദം നൽകി, പിന്നീട് അത് ചെയർമാൻ റിവൈസിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഇന്ന് കോടതി ചോദിക്കുകയാണ് ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ ഇനി നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, നമ്മൾ കലാരൂപങ്ങൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ഒക്കെ ആരുടെ പേരിടണം എന്ന ഒരു ചോദ്യം ഓരോ കഥാപാത്രത്തിൻ്റെ പേരിലും. നമ്മൾ ഏറ്റവും അവസാനം എമ്പുരാനിൽ അത്തരം വിവാദം കണ്ടതാണ്. ഈശോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കണ്ടതാണ്. അതാ ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രവുമായും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് കോടതിയിൽ പോയാൽ ഒരുപക്ഷെ ആ ചോദ്യങ്ങളെ അങ്ങനെ തന്നെ കോടതി എടുത്ത് കളയുമായിരിക്കും, അതിന് പ്രദർശനാനുമതി കിട്ടുമായിരിക്കും. ഇതൊക്കെയാണ്. പക്ഷെ അതിനു മുൻപ് നിയമപ്രകാരം ഇതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ബോഡിയിൽ എത്തുമ്പോൾ ഇത്തരം സ്വഭാവം, ഇത്തരം താല്പര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും എങ്ങനെയാണോ ഒരു ടോട്ടാലിറ്റേറിയൻ റിജീം, ഒരു സമഗ്രാധിപത്യ ഭരണകൂടം
പ്രത്യേകിച്ചും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം അടിച്ചമർത്തുന്നത്, അതിനുള്ള വഴികൾ ഒരുക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ രൂപമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് നിലനിൽക്കാനുള്ള ഒരു ആശയാടിത്തറ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിശുദ്ധവൽക്കരിക്കുക, ഹിന്ദു മതവുമായും ഈ ഭൂരിപക്ഷ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളെയും വിശുദ്ധവൽക്കരിക്കുകയും അതിനെ രാഷ്ട്രീയവത്കരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു അജണ്ട നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയും, പുരാണത്തിൽ നിന്നുള്ള പേരുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആളുകളൊക്കെ XYZ എന്നൊക്കെയുള്ള പേരിട്ട് നടക്കേണ്ടി വരും, അല്ലേ? പുരാണത്തിൽ ഇല്ലാത്ത പേരെവിടെയാണ്? മാധവനെന്നും രാമനെന്നും കൃഷ്ണനെന്നും ജാനകിയെന്നും സീതയെന്നും ഒക്കെയാണ് നമ്മുടെയൊക്കെ പേരുകൾ. അതൊക്കെ തന്നെയാണ് സിനിമയിലുള്ള ആളുകളുടെയും പേരുകൾ ഉണ്ടാവുക. അല്ലാതെ സിനിമയിലൊക്കെയായിട്ട് നമുക്ക് വേറെ പേരൊന്നും കണ്ടെത്താനും കഴിയില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത് ഒരു സാംസ്കാരിക ദേശീയത ഉണ്ടാക്കുക. ഈ സാംസ്കാരിക ദേശീയത എന്താ? ഭൂരിപക്ഷ മതത്തിൻ്റെ, ഹിന്ദു മതത്തിൻ്റെ ദേശീയതയാക്കി അതിനെ മാറ്റുക. ഒരു കാര്യം എൻ്റെ ഇടയിൽ പറയാം, ഈ പറഞ്ഞ സുംബ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ ഛായുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാനത് പറയാം, അല്ലെങ്കിൽ അത് ന്യായമാകില്ല അത് പറയാതെ പോയാൽ. അപ്പോൾ ഒരു കൾച്ചറൽ നാഷണലിസം ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് എന്താ? ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദു മതത്തിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും സങ്കുചിതമായ താല്പര്യങ്ങളുടെ ഒരു ദേശീയതയാക്കി മാറ്റുക. ഇതിൻ്റെ ഭാഗമാക്കി ഭരണകൂടത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് ഈ സെൻസർ ബോർഡിനെ ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടല്ല വരുന്നത്. പ്രത്യേകിച്ചും മോദി ഭരണകൂടം വന്നതിന് ശേഷം അത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ആനന്ദ് പട്വർദ്ധൻ്റെ വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയിൽ നിന്നും അവർ എടുത്തുമാറ്റാൻ, ഒരു ഫീച്ചർ അതിൽ നിന്നും അവർ എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടത് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് RSS ബ്രാഹ്മണനായ ഒരു RSSകാരനാണെന്ന് പറയുന്നത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. ഗാന്ധി വധത്തെക്കുറിച്ച് പറയുമ്പോൾ കൊന്നത് ഗോഡ്സെയാണെന്നും അയാൾ RSSകാരനായ ഒരു ബ്രാഹ്മണനായ RSSകാരനാണെന്നും പറയുന്നത് എടുത്തുമാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് പഞ്ചാബ് 95 എന്ന് പറയുന്ന ഒരു സിനിമ, ജസ്വന്ത് സിംഗ് ഖൽറ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ ഇൻസർജൻസിയുടെ പീക്കിൽ അവിടുത്തെ മറ്റു തരത്തിലുള്ള ഈ ഫേക്ക് എൻകൗണ്ടറിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്ന ഒരു ആക്ടിവിസ്റ്റിനെ അയാളെ കൊന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുത്ത് അയാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയെടുത്തൊരു സിനിമയാണത്. അതിൽ ഈ ജസ്വന്ത് സിംഗ് ഖൽറയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 6 മറ്റോ പോലീസുകാരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമയിലുള്ള കട്ടുകൾ എന്തൊക്കെയാ ഇവർ നിർദ്ദേശിച്ചത്? പഞ്ചാബ് എന്ന് പറയുന്ന വാക്കെടുത്ത് മാറ്റണം, അതിൽ അമൃത്സർ പോലുള്ള സ്ഥലപ്പേരുകൾ എടുത്തു മാറ്റണം, എന്നിട്ട് സാങ്കല്പികമായ സ്ഥലങ്ങളുടെ പേര് കൊടുക്കണം. പോലീസിനെ കുറിച്ച് പറയുന്നത്, ജുഡീഷ്യറി എന്നൊക്കെ പറയുന്നത്, ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്, സർക്കാർ എന്ന് പറയുന്നത്, ഇതെല്ലാം എടുത്തു മാറ്റണമെന്നാണ്. ഇതൊക്കെ ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ സിതാരെ സമീൻ പറ എന്ന് പറഞ്ഞ അമീർ ഖാൻ്റെ പുതിയ സിനിമയിൽ കമൽ എന്ന് പറഞ്ഞൊരു വാക്ക്, BJPയുടെ ഇലക്ട്രൽ സിംബലായിട്ടുള്ള കമൽ എന്ന് പറയുന്ന അത് എടുത്തു മാറ്റണമെന്നാണ് പറയുന്നത്. എടുത്തു മാറ്റണമെന്ന് മാത്രമല്ല, ഏറ്റവും വിചിത്രമായ ഒരു പുതിയ പരിപാടിയിലേക്ക് കൂടി സെൻസർ ബോർഡ് കടന്നിട്ടുണ്ട്. അത് ഈ സിതാരെ സമീൻ പരിൽ ഈ ഇൻ്റലക്ച്വലി ചലഞ്ചറായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്ക് 2047 BJPയുടെ വികസിത ഭാരതത്തിൻ്റെ ഒരു BJP അജണ്ട എന്ന് പറഞ്ഞു കൊണ്ടുകിടക്കുന്ന 2047 അവർക്കൊക്കെ വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാകും എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതിൽ കൂട്ടിച്ചേർക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇമാതിരി 2 തരത്തിൽ, ഒന്ന് ഭരണകൂടത്തിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ ഏർപ്പെടുത്തുക, 2 ഹിന്ദുത്വ സങ്കുചിത ദേശീയതയുടെ പ്രത്യയശാസ്ത്ര അജണ്ട വെച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുക. ഇതേ പരിപാടി നോക്കൂ, ഇത് മറ്റൊരു തരത്തിൽ നടക്കുന്നത് എന്താ? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയായിട്ടുള്ള ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നതിന് നേരിടുമ്പോൾ സുരേഷ് ഗോപിയൊക്കെ തന്നെ പോയി കണ്ട് പ്രകീർത്തിച്ച മറ്റു തരത്തിൽ സമൂഹത്തിൽ പകയും സ്പർദ്ധയും വർഗീയതയും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്ന കാശ്മീർ ഫയൽസിനെ, സബർമതി റിപ്പോർട്ട്, കേരള സ്റ്റോറി പോലുള്ള സിനിമകളെല്ലാം ഇവർ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. അതായത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അജണ്ടകൾക്കനുസരിച്ച് ഇതിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ മാധു പറഞ്ഞ പോലെ ഇത് കോടതിയിൽ പോയിട്ട് ചിലപ്പോൾ കോടതിയൊക്കെ ഇതിന് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിന് അത് the producers have to dig into their deep pockets എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ഒരുപാട് പണം ചിലവാക്കേണ്ടി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആളുകൾ ഇപ്പോൾ എമ്പുരാനിലൊക്കെ കണ്ട പോലെ
എന്താണോ ഈ ഹിന്ദുത്വ സംഘടനകളും അവരുടെ തെരുവ് ഗുണ്ടകളും ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് സെൻസർ ബോർഡ് പറയാതെ തന്നെ കട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സെൽഫ് സെൻസറിങ് ഏർപ്പെടുത്തും. അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മനഃശാസ്ത്രത്തിനുള്ളിൽ ഹിന്ദുത്വ ഭീകരതയുടെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തിൻ്റെ കൈകൾ ആണ്ടിറങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നു വരുന്നത്. ഇത് ഒരു തരത്തിൽ ഈ ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്ര ഭീകരതയും മതഭീകരതയുമാണ് നടപ്പാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിപാടി കൂടിയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ സുംബ ഡാൻസിനെ കുറിച്ച് കൂടിയാണ് നമ്മളുടെ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിൽ എനിക്കിവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്, ശരിയാണ്, പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ചും ആ വിഷയത്തിൻ്റെ സെൻസിറ്റിവിറ്റിയും ഗ്രാവിറ്റിയും ഒക്കെ അനുസരിച്ച് അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകളുമൊക്കെയാണ്. കാരണം നമുക്ക് എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് ജനാധിപത്യപരമായി കൃത്യമായിട്ട് തന്നെ പറയേണ്ടതാണ്. പക്ഷേ അതിലെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായ സംവാദങ്ങളെ ചർച്ചയെ വഴിതെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അതോടൊപ്പം പറയേണ്ടത് ഒറ്റ കാര്യം കൂടി അതിൽ പറയട്ടെ മാധു. ഒരു ആധുനിക മതേതര സമൂഹത്തിൽ, ഒരു ആധുനിക മതേതര ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മതയാഥാസ്ഥിതികത അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും മതേതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടപെടുന്നത് എന്ത് വില കൊടുത്തും നമ്മൾ എതിർക്കേണ്ടതുണ്ട്. സമസ്തയെ പോലെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മതസംഘടനകളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ, സ്ത്രീകളുടെ ശരീര സ്വാതന്ത്ര്യത്തിൻ്റെ, ആൺകുട്ടികളും പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് സംസാരിക്കുന്നതിൻ്റെയും ഇടപഴകുന്നതിൻ്റെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ ഇത്തരം മതസംഘടനകളുടെ ഇണ്ടാസുകളെ ഭയപ്പെട്ട് പിന്മാറരുത് എന്നാണ് ഒരു ആധുനിക സമൂഹം ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഒരൊറ്റ കാര്യം കൂടി പറയാം. ഞാൻ മാത്രമല്ല, ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടേ ഇല്ല. അതിന്റെ ഒരു നിയമ പശ്ചാത്തലം പറഞ്ഞു പോയത് കൊണ്ടാണ്. അതുകൂടി അത് തടസ്സമില്ലാതെ ജനം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ക്ഷമിക്കണം. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിപ്പോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കമുള്ളൊരു സിനിമ പോലുമല്ല. അങ്ങനെയാണ് എങ്കിൽ അത്തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കവും പശ്ചാത്തലവും ഉള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് ആ പേരുപയോഗിക്കുന്നു, അത് പാടില്ല എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നിലപാടെടുക്കാം. അത് പിന്നീട് ചർച്ചകൾക്ക് വഴിയാവട്ടെ. ഇത് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെയും അടയാളപ്പെടുത്തുന്ന സിനിമയിൽ ആ പേര് പാടില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുരാണ സിനിമ എടുക്കുമ്പോൾ മാത്രമേ ആ പേരുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ആദ്യം തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, ദൈവപുത്രനായ യേശു ക്രിസ്തു ആകട്ടെ, നമ്മുടെ ദൈവമായ ശ്രീരാമനോ അയ്യപ്പനോ ആകട്ടെ, ഏതെങ്കിലും രീതിയിൽ മോശമായ വാക്കുകൾ അവർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ചർച്ചയുടെ ഭാഗമാണെന്ന വ്യക്തി എന്ന നിലയിൽ അതിന് മാപ്പ് ചോദിക്കുന്നു. അത് അപലപിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും, എല്ലാ മതസ്ഥാപകരെയും, എല്ലാ ആത്മീയ പാതയിലുള്ളവരെയും ബഹുമാനിക്കേണ്ടതാണ്. അത് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ചോദ്യത്തിലേക്ക്, ജാനകി എന്ന പേര്, അതായത് ഇതിൻ്റെ ഒരു കൺസർവേറ്റീവ് പൊസിഷൻ, മാധുവൊക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരു ലിബറൽ പൊസിഷനാണ്. എന്താണ് ഞങ്ങളുടെ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് കൂടെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് നിങ്ങൾ വിമർശിച്ചോളൂ. അതായത് നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി മഹത്തരമാണ്, അതോടൊപ്പം സെൻസിറ്റിവിറ്റിയും ഉണ്ടാകണം. ലിബർട്ടി ഏറ്റവും ആവശ്യമാണ്, അതോടൊപ്പം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ഇത്ര മാത്രമേ ഉള്ളൂ. സർഗാത്മകതയോടൊപ്പം പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു മനോഭാവവും, ലിബർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടൊപ്പം ഒരു ഉത്തരവാദിത്വവും. ഞാൻ മുമ്പ് സിബി മലയാൽ സാറും ഈ സിനിമയുടെ ഡയറക്ടറായ പ്രവീണുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ കൂടെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഇത് റിസോൾവ് ആകട്ടെ, അവർക്ക് എത്രയും പെട്ടെന്ന് അനുമതി നേടട്ടെ. പക്ഷെ ചില പേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറഞ്ഞ് കണ്ണടച്ചിട്ട് കാര്യമില്ല. ശ്രീരാമനാകാം, സീതയാകാം, അയ്യപ്പനാകാം, പ്രവാചകൻ മുഹമ്മദ് ആകാം, യേശു ക്രിസ്തു ആകാം. ഈശോ എന്ന സിനിമയുടെ കാര്യം ഒരു പക്ഷേ ഓർമ്മ കാണും. ഈശോന്റെ സിനിമ നമ്മുടെ ചില ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാർക്ക് ഒരു സന്ദേഹം ഉണ്ടായപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാനായി അവരെ കൊണ്ടുപോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയുകയും ചെയ്തു. ഇങ്ങനെയല്ലേ ഒരു നല്ല സമൂഹം, ഒരു ബഹുസ്വര സമൂഹം പോകുന്നത്? ഇന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, രാം ലഖന് പ്രശ്നമില്ലേ എന്ന് ചോദിക്കുന്നത്. 2018 മലയാളത്തിൽ ജാനകി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 2018 തെലുങ്കിൽ കാജറഗവാളിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇപ്പം 88 രാം അവതാർ എന്ന പേരിൽ തന്നെ അനിൽ കപൂറും സണ്ണി ഡിയോളും ശ്രീദേവിയും നമ്മൾ ഈ വളഞ്ഞു കിട്ടി പറയണ്ട, സത്യസന്ധമായിട്ട് പറയാം. അതായത് ഈ സിനിമയിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മാത്രം അതുകൊണ്ടല്ല, ഈ സിനിമയിൽ ആ പെൺകുട്ടി ഒരു അതിക്രമം നേരിടുകയും ആ പെൺകുട്ടി പോരാടുകയും ചെയ്യുന്നതാണ്. ഞാൻ കഥാതന്തുവിലേക്ക് പോകുന്നില്ല. അങ്ങനെ അതിക്രമം നേരിടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് ജാനകി എന്നോ സീത എന്നോ ഐഷ എന്നോ മേരി എന്നോ ഒക്കെ ആകുമ്പോൾ വിശ്വാസ
വിശ്വാസികൾക്ക് ഒരു വേദന വരും. കാര്യം ഈ പേരുകൾക്കെല്ലാം ഒരു പവിത്രതയുണ്ട്. ഇപ്പൊ രാഹുൽ എന്നോ മാധു എന്നോ ഒന്നും പറഞ്ഞാൽ ആ പേരുകൾക്ക് അതിൻ്റെതായ ദൈവികമായ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതിപ്പോൾ സീതയാണെങ്കിലും മേരി ആണെങ്കിലും ഐഷയാണെങ്കിലും ഫാത്തിമയാണെങ്കിലും അല്ലെങ്കിൽ ജാനകി ആണെങ്കിലും ഒക്കെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതാണ് സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. അത് മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം ജാനകി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പോലെ ജനറിക് ആയി കൂടി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് ഹൈക്കോടതി തന്നെ അവർക്ക് അനുകൂലമായ വിധി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് 80 ലക്ഷം രൂപ നഷ്ടമായി. നമ്മുടെ സമൂഹത്തിൽ ജാനകി എന്ന് പേരുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പര്യായ പദത്തിലുള്ള പേരുള്ള പെൺകുട്ടികളൊക്കെ വളരെ സുരക്ഷിതരായി ജീവിക്കുന്നവരാണോ? അങ്ങനെയല്ലല്ലോ, അത് കണ്ണടച്ചിരുട്ടാക്കണം. കണ്ണടച്ച ആരാണ് രാഹുൽ ഇരുട്ടാക്കുന്നത്? ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഒരു പേര് വരുമ്പോൾ, അതും സീതയുടെ പര്യായമായ ജാനകി എന്ന പേര് വരുമ്പോൾ, അത് അതിക്രമത്തിനിടയാകുന്ന പെൺകുട്ടിക്ക് അത്തരം പേരുകൾ പാടില്ല എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലേ? അല്ല, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകണം. ഈ 2018 ഇറങ്ങിയ ജാനകി എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ആ പെൺകുട്ടിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്ന് ഈ പ്രശ്നമില്ലാതെ പോകുന്നത് അന്ന് ഇതേ ബോർഡുകളിൽ കൂടി തന്നെയല്ലേ അത് കയറി ഇറങ്ങിയത്? ഈ കേരള സ്റ്റോറി എന്ന് വന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്നു. 3 പേരുടെ അനുഭവം 32,000 പേരുടെ എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു. നമുക്കെല്ലാം കേരള സ്റ്റോറി എന്ന് പേരിട്ടോണ്ടൊരു വിഷമം തോന്നി. നമ്മളടക്കം എല്ലാവരും പ്രതിഷേധിച്ചില്ലേ? അപ്പൊ ഇവിടെയാണ് പറയുന്നത് ഒന്ന് സെൻസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ മോശമല്ല. കേരള ഒരു സംസ്ഥാനത്തിന് മാത്രമുള്ള പേരാണ്. ജാനകി എന്ന് പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള പേരാണ്. അതാ പറയുന്നത്, ജാനകി എന്ന് പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള പേരാണ്. ഇനി ജാനകി എന്ന് പേരിടുന്ന ആർക്കും ജീവിതത്തിൽ ഒരു അതിക്രമവും ഉണ്ടാകാൻ പാടില്ല. ഇനി അതിക്രമം ഉണ്ടായാൽ കേസ് കൊടുക്കാൻ പാടില്ല. കാരണം ജാനകിക്ക് അതിക്രമം അങ്ങനെയല്ല. സെൻസിറ്റിവിറ്റി വേണം, ഇത്രയേ ഉള്ളൂ. സെൻസിറ്റിവിറ്റി വേണം, റെസ്പോൺസിബിലിറ്റി വേണം. ചില വാക്കുകൾക്ക്, ചില പേരുകൾക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയുന്നു, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇറങ്ങുമെന്നാണ് വിശ്വാസം. ശ്രീ സുരേഷ് ഗോപിയെ പോലെ ഭാരത സംസ്കാരം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുപോലുമില്ല ആ പേരിനെ ഡിസ്റെപ്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് അനുകൂലമായ അങ്ങനെ അത് മനഃപൂർവ്വം അവഗണിക്കില്ല അല്ലെങ്കിൽ അധിക്ഷേപിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കാവാം. പേര് കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ അധിക്ഷേപിക്കും എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആളുകൾക്ക് പാടില്ല. ഹുസൈനെതിരെ ക്യാമ്പയിൻ ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മറ്റുള്ളവർക്ക്. അപ്പോ ഈ സിനിമ നിർമ്മിച്ചതോ ഇതിൽ അഭിനയിച്ചതോ നിങ്ങൾക്ക് താല്പര്യമുള്ള എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൃഥ്വിരാജാണ് അവിടെ ഉള്ളത് എന്നുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് അങ്ങനെ ശ്രീ MF ഹുസൈൻ സീതയും ഹനുമാനും തമ്മിൽ ഒരു ചിത്രം വരച്ചു. ഞങ്ങൾക്കെല്ലാം വളരെ ഒഫൻഡായി. ഞങ്ങൾ ഹൈക്കോടതി പോയ കേസ് ജയിച്ചു. റേപ്പ് ഓഫ് ഇന്ത്യ എന്നൊരു ചിത്രം വരച്ചു. ചില കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് റൈറ്റ് ടു ബി ഒഫൻഡഡ് എന്നൊരു റൈറ്റും കൂടെ ഉണ്ട്. ഒരു റൈറ്റ് ടു ബി ഒഫൻഡഡ്, അതായത് ഇത്തരം കാര്യങ്ങളിൽ വേദനിക്കാനും ചോദ്യം ചെയ്യാനും നമുക്കൊരു റൈറ്റ് ഉണ്ട്. ഞങ്ങൾ ശ്രീ MF ഹുസൈനെതിരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ MF ഹുസൈൻ ജീന്നോ സാറിനോ ശ്രീ MF ഹുസൈനെ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാന പുരസരം, അങ്ങനെ ഒരു കൺസർവേറ്റീവ് പൊസിഷൻ നിലനിൽക്കാൻ അവസരം തരണം. അതോടൊപ്പം ഒരു കാര്യം കൂടി, ശ്രീ സമസ്തയുടെ പല നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ച് ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂരുമായിട്ട്, നമ്മുടെ നവാസുമായിട്ട്, MSFന്റെ നവാസുമായിട്ട് അടക്കം പലരോടും ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസർവേറ്റീവ് പൊസിഷനാണ്. ആ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് സ്ത്രീ ശരീരം പുരുഷ ശരീരവും പ്രദർശനത്തിന് വേണ്ടി വെക്കുന്നതാകരുത്. അപ്പോൾ സ്ത്രീ ശരീരത്തിനും പുരുഷ ശരീരത്തിനും അമിതമായി എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളായിരുന്നു. ഇതാണ് അതിന്റെ സത്യം. ബാക്കിയൊക്കെ പറയുന്നത് നമ്മൾ ഡെക്കറേഷനാണ്. ഇതിലെ കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും പ്രദർശനത്തിന് വെക്കുന്ന ആവരുത്. മാന്യത വസ്ത്രങ്ങൾക്ക് വേണം. ഒരുപാട് ഇറുകി ഒട്ടിയ വസ്ത്രങ്ങളോ എക്സ്പോസിംഗ് ആയ വസ്ത്രങ്ങളോ ഇടരുത്. ഇതൊരു ലെജിറ്റിമേറ്റ് കൺസർവേറ്റീവ് പൊസിഷനാണ്. ഈ പൊസിഷന് മാധുവിന് മനസ്സിലാവുന്നില്ല എന്നാണ് മാധു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ഇത് ഒരുപാട് അച്ഛനമ്മമാരുടെ ഇൻഹിബിഷനാണ്. മക്കൾ പോകുമ്പോൾ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് പോകണം. അവിടെയാണ് ആ വസ്ത്രങ്ങൾക്ക് സൂംബയോട് അസോസിയേറ്റ് ചെയ്യുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും നമ്മൾ വെസ്റ്റേൺ ആയിട്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ യൂണിഫോം ഇട്ട് സൂംബ ഡാൻസ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ കാണിച്ചു. അങ്ങനെ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, അവിടെ ഈ ഇൻഹിബിഷൻ എന്താ? ഞാൻ ഇതുമായിട്ട് ഇൻഹിബിഷൻ ആർക്കാണ്? ഇൻഹിബിഷൻ ഒരുപാട് മുതിർന്ന തലമുറകളിലെ മാറ്റാൻ വേണ്ടി നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെയാണോ ഇത്? അല്ല, തീർച്ചയായിട്ടും അവർക്കൊരു ഇൻഹിബിഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഹിബിഷനെ മനസ്സിലാക്കുകയും ആ ഇൻഹിബിഷനെ നമ്മൾ എൻഗേജ് ചെയ്യുന്നതിന് പകരം ഇവരെല്ലാം പിന്തിരിപ്പന്മാരാണ്, ഇവരെല്ലാം മോശക്കാരാണ്. ഞാൻ കൃത്യമായി പറയാം. ശ്രീ നാസർ ഫൈസി അടക്കം എനിക്ക് 1-2 റിസർച്ച് അയച്ചു തന്നു. ഇതിലെ ഇൻഹിബിഷൻ എന്താ? മുസ്ലിം സംഘങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിൽ പലർക്കും ഉള്ളിലുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുരോഗമനവാദികൾ ഞങ്ങളെ ചാടി കടിച്ച് തിന്നുമെന്ന് പേടിച്ചാണ് നമ്മൾ പറയാത്തത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില വസ്ത്രധാരണങ്ങളും മറ്റും സ്കൂളിലെ അറ്റ്മോസ്ഫിയർ മോശമാക്കും, അല്ലെങ്കിൽ സെക്ഷുവലി ടിറ്റിലേറ്റിംഗ് ആക്കും, സെക്ഷുവലൈസ് ചെയ്യും എന്നൊരു പേടി പലർക്കും ഉണ്ട്. ഈ വസ്ത്രധാരണത്തിന് മാന്യത വേണം. ഇതാണ് അങ്ങനെയാണ് അവരുടെ ബുദ്ധിമുട്ട്. എനിക്ക്
അറിഞ്ഞൂടാ. അങ്ങനെ ഡെക്കറേഷന് വേണ്ടി പറയുമ്പോൾ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പിന്നോട്ടും പോക്കല്ല. അതായത് മാന്യമായ വസ്ത്രം ധരിക്കണം, എല്ലാ ധരിച്ചത് ചെയ്യാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ അല്ല. വിദ്യാർത്ഥികൾ അത്തരത്തിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് മോശം വസ്ത്രങ്ങൾ നമ്മൾ പൊതുവെ കാണുന്നത് എങ്ങനെയാണ്? തിരിച്ചെടുത്തു. ഒരു മിനിറ്റ് ധരിക്കരുത് എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടില്ല. ധരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ ഡ്രസ് കോഡ് പാലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്ന മുൻധാരണ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ് പറയുന്നത്. ഒരു വരി പറഞ്ഞോട്ടെ. നമ്മുടെ എല്ലാം വീട്ടിൽ കുറച്ച് മുതിർന്ന ആൾക്കാരില്ലേ, നമ്മുടെ അച്ഛന്റെ സ്ഥാനത്തുള്ളവർ, അമ്മാവന്റെയും മുത്തച്ഛൻ സ്ഥാനത്തുള്ളവർ. അവർക്ക് ഈ തലമുറ മാറ്റങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇൻഹിബിഷനും സന്ദേഹവും വന്നാൽ അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുത്ത് ഏത് ഡ്രസ്സ് ധരിച്ചാലും കുഴപ്പമില്ല, എക്സ്പോസിംഗ് ആവില്ല, ഒരുപാട് ഇറുകിയ വസ്ത്രങ്ങളാവില്ല, ശരീരത്തിന്റെ അച്ഛനും അമ്മയ്ക്കും സംവിധാനങ്ങളുണ്ട്, സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരാരും ലിബറലുകൾ കൺസർവേറ്റീവുകളെ അടിക്കാൻ ഒരു വടിയായി ഉപയോഗിക്കുകയാണ്. അതാണ് മാധു അടക്കമുള്ളവർ ചെയ്യുന്നത്. അതായത് സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കുടുംബത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ല, മാധു അടക്കമുള്ള ലിബറലുകൾ ചെയ്യുന്നത് സംസ്കാരത്തിനും വിശ്വാസത്തിനും എതിരായ അജണ്ടകളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. സംസ്കാരത്തിനും വിശ്വാസത്തിനും അതിന്റെ പേരെ അടിച്ചേൽപ്പിക്കുന്ന അജണ്ടകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അത്തരത്തിൽ എനിക്ക് പേടിയില്ല. പല ആൾക്കാരും പറയാനുള്ള ഇടവും അവർക്കും പറയാനുള്ള ജനാധിപത്യമായ ഇടങ്ങളും വേദികളും ഒക്കെ ഈ നാട്ടിലുണ്ട്. ഇതൊരു ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് ഡിബേറ്റ് ആണ്. സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയത്തിനെ എതിർത്ത ചില സംഘടനാ താല്പര്യങ്ങളുമായി ഈ ലിബറൽ എന്ന നിലയ്ക്ക് ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച ഒരു മാനദണ്ഡവും പുറത്തിറക്കിയിട്ടില്ല. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ച വീഡിയോ പോലും അങ്ങനെയല്ല, നിങ്ങൾ ഭയക്കുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ അത്തരത്തിലാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഇത്തരം വിമർശനങ്ങൾ, അതിനു മുൻപ് ആകുലത പ്രകടിപ്പിക്കാനുള്ള അവകാശവും അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന ആശങ്ക പ്രകടിപ്പിക്കാനുമുള്ള അവകാശവും ഒക്കെ അങ്ങ് പറയുന്നത് പോലെ ജനാധിപത്യപരമായി തന്നെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന് ആ മേഖലയെ അല്ലെങ്കിൽ അതിന്റെ താല്പര്യങ്ങളെ അടച്ചാക്ഷേപിക്കുകയല്ലോ വേണ്ടത്. അപ്പോൾ ഒരു ചർച്ച വേണം എന്ന് ഉന്നയിക്കാമല്ലോ. താങ്കൾ പറയുന്നത് ശരിയാണ്. ഇതിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ആരെങ്കിലും സ്വീകരിച്ചതായിട്ട് അറിയില്ല. നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് കുറച്ച് നേരത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പോലും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി മതവിശ്വാസികൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ധാർമ്മികമായി ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ടാണ് ഇത്തരം വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസത്തിനും അവരുടെ ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിനൊക്കെ സഹായകരമാവുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതെങ്കിൽ അത് ഈ രീതിയിൽ എതിർക്കപ്പെടില്ലായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് കേട്ടത്. അപ്പോൾ അത് ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വറുമായി നടത്തിയ ചർച്ചകൾക്കിടയിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള വേദികളുണ്ട്, PTA കമ്മിറ്റികൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം സംവിധാനങ്ങളുടെ അഭിപ്രായങ്ങളോ അത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകളോ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി എന്തുകൊണ്ട് നടന്നില്ല എന്ന സ്വാഭാവികമായൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായൊരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരം ചർച്ചകൾ നടക്കേണ്ടതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ആലോചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ ഇത്തരം ഒരു കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇത് പെട്ടെന്ന് ഒരു പരിപാടി ലഹരി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരാശയം, ആ ആശയം കോട്ട് ചെയ്തുകൊണ്ട് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കും എന്ന് പറയുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാർ രംഗത്ത് വരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാലോചന ഇല്ലാതെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പിൽ വരുത്തേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭൂരിഭാഗം വരുന്ന നിർബന്ധ ബുദ്ധിയോടെ നടപ്പിലാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ്. ഇതുതന്നെ ചെയ്യണം എന്നതുപോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തുടക്കത്തിൽ തന്നെ വളരെ തെറ്റിദ്ധാരണാജനകമായ എന്തെങ്കിലും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇത് നിർബന്ധ ബുദ്ധിയോടെ അല്ല പറഞ്ഞിരിക്കുന്നത്, അതുതന്നെ വേണം എന്നതുപോലും പറഞ്ഞിട്ടില്ല.
ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇവിടെ വായിച്ച ദേശാഭിമാനി പത്രത്തിൻ്റെ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നത് സ്കൂൾ തുറന്നാലുടൻ മുഴുവൻ വിദ്യാർത്ഥികളെയും സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കും, അങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറയുന്നത്. അല്ല, ഇപ്പോ ശരി, അത് ദേശാഭിമാനിയിൽ കൂടെയാണ്, അല്ല സംസ്ഥാന സർക്കാരിന്റെ ജിയോ എന്നും പുറത്തിറങ്ങുന്നത് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തേത്, സ്കൂളിൽ തന്നെ അത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടോ ആൺകുട്ടികൾക്ക് മാത്രമായിട്ടോ സ്കൂൾ യൂണിഫോമും ധരിച്ച് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള അവസ്ഥയാണ്. ഇതൊക്കെ നമുക്ക് സ്കൂൾ തലത്തിൽ ചർച്ച ചെയ്യാൻ പറ്റും. സ്കൂൾ മാനേജ്മെന്റുകൾക്ക് PTA വിശ്വാസത്തിലെടുത്ത്, വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടവും അവരുടെ അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയാണോ ആ രീതിക്കോ നടപ്പിലാക്കാൻ കഴിയും. അല്ലാതെ നിന്ന നിൽപ്പിൽ നാളെ മുതൽ ഈ വേഷത്തിൽ കുട്ടികൾ വരണമെന്നൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പില്ല എന്നത് നമുക്കറിയാവുന്നതല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച നടക്കാതെ പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം ചർച്ചകളിലേക്ക് പോകാൻ ഇത് നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞിട്ടില്ല. ദേശാഭിമാനി പത്രത്തിലല്ല കേരളത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ പുറത്തു വരുന്നത്. അത് പുറത്ത് ആ രീതിയിലാണ് എങ്കിൽ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇത് തുടക്കത്തിലെ ചാടിക്കയറിയുള്ള ഒരു പ്രതികരണമായി പോയില്ലേ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ MESന്റെ കീഴിൽ സ്ഥാപനങ്ങളുണ്ട്. അങ്ങ് വിവിധ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. സർക്കാർ ഇത്തരത്തിൽ അത് നിർബന്ധ ബുദ്ധിയോടുകൂടി സൂംബ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഡ്രസ് കോഡോട് കൂടി ആയിരിക്കണം. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തന്നെ ആയിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ വേണമോ അങ്ങനെ വേണ്ടയോ എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാണ്. എല്ലാം ചർച്ചാ വിഷയമാണ്. പക്ഷെ അത്തരത്തിലൊരു നിർബന്ധ ബുദ്ധിയും നിലവിലില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് മാധു, ഒറിജിനലി ഈ ജിയോ ഉണ്ടെന്ന് ഞാനാണ് സ്കൂളിൽ വിളിച്ച് ചോദിച്ച് ജിയോ വരുത്തിച്ച് മാധുവിനെ വിളിച്ച് പറഞ്ഞ മാധു തന്നെ നേരത്തെ പറഞ്ഞ മതി ഡോക്ടർ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വാക്കാൽ ആരെങ്കിലും മന്ത്രിയായാലും അത് കൊള്ളാമെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചാടിക്കയറി പറയേണ്ട ആവശ്യമില്ല. വലിയൊരു വിവാദത്തിന് സ്കോപ്പില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് രാഹുൽ ഈശ്വർ പറഞ്ഞിടത്താണ് കാര്യം ഇരിക്കുന്നത്. ഇത് മതപരമായിട്ടുള്ളൊരു വിഷയമായിട്ടെടുത്തത് മുസ്ലിമുകളും ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിമുകളും ഇതരരും എന്നുള്ള തരത്തിൽ ഉള്ള ഇത് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദ കൺസർവേറ്റീവ് ആൻഡ് ദി ലിബറൽസ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് ആർ ലിബറൽ കൺസർവേറ്റീവ്സ്. അവർ ലിബറലാണ്, പക്ഷേ അവരിൽ അതിൻ്റെ ഉള്ളിലുള്ള കൺസർവേറ്റീവ്സും അവരിലുണ്ടാവും. ഞാൻ പറയട്ടെ, ഈ കാര്യം നിങ്ങൾക്ക് തോന്നണ്ട മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ബീഹാറിലോ നടപ്പാക്കുമെന്ന്. നമ്മളെക്കാട്ടൊക്കെ എത്രയോ കൺസർവേറ്റീവാണ് ബീഹാറിലും രാജസ്ഥാനിലും. അതിന് വെറുതെ ചാടിക്കയറി സവർണരാന്നൊന്നും പറയണ്ട. അവിടെയൊക്കെ യാദവ് ഭരണമുള്ള സ്ഥലങ്ങളാണ്, മനസ്സിലല്ലേ? അവിടെ പോലും അവരത് സമ്മതിക്കില്ല. ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെന്നേ. അപ്പോൾ എനിക്കറിയാം അവിടെ ഇതിനെക്കാട്ടും സെക്സസ് തമ്മിലുള്ള സെഗ്രിഗേഷൻ വളരെ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് ഹൈന്ദവ സംസ്ഥാനങ്ങൾ. പിന്നെ നമ്മൾ പറയാം ക്രൈസ്തവ സ്ഥാപനം. ഞാൻ ക്രൈസ്തവ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സമൂഹം പുരോഗമിക്കുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പുറത്തു നിന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൺസർവേറ്റീവ് വിഭാഗം അതാണല്ലോ ജാനകിയിലൂടെ വെട്ടുന്നത്, മനസ്സിലല്ലേ? ജാനകിയുടെ പേരല്ലല്ലോ. ഇന്നൊരു കാഞ്ചന സീത എടുക്കാൻ പറ്റുമോ? കാഞ്ചന സീത എടുക്കാൻ പറ്റില്ല. സീത എന്താ, കാറ്റാണോ? സീതനെ വിമർശിക്കാൻ കാറ്റാണെന്ന് പറഞ്ഞിട്ട് NT രാമറാവിൻ്റെ ഹിറ്റ് പടം ദൊങ്കാറാമുഡു എന്ന് പറഞ്ഞാൽ കള്ളൻ രാമൻ എന്നാ. അത് സമ്മതിക്കോ? ഇന്നത്തെ കാലത്ത് രാമൻ ഒരു കള്ളനാണെന്ന് ടൈറ്റിലിട്ട് NTR അടുത്ത് പോയി കളിച്ചാൽ ആ കാലത്ത് NTR ഈ വർത്താനൊന്നും ഇവിടെ നടക്കൂല. അവിടെ ആന്ധ്രയിൽ പോയി കളിച്ചാൽ ആ പടം കളിച്ചിരിക്കും അവർ. അപ്പോൾ ആ നിലക്ക് നമ്മൾ തന്നെ ഉള്ള പല സമൂഹം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വളരെ ലിബറലായിട്ടുള്ള ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. കാരണം അത് സാംസ്കാരികമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. മറ്റുള്ള സമൂഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം, ഒരു പ്രവാചകൻ, ഒരു കാനൺ അല്ലെങ്കിൽ നിയമം, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് വളരെ മതപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ മതപണ്ഡിതന്മാരൊന്ന് പറയും, ഈ ഗെയിംസിലൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഇറാനിലും ഒക്കെ മുസ്ലിം പെൺകുട്ടികളല്ലേ പോയി പഠിക്കുന്നത്. പിന്നെയല്ലേ നമ്മൾ സ്റ്റേജിൻ്റെ മുകളിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സമുദായം ഡീൽ ചെയ്യും. അപ്പോൾ ചാടിക്കയറി എന്തെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നതിന് വിരാമം ഇടണമെന്നാണ് എൻ്റെ
അഭിപ്രായം. നമ്മളെ റസിയ സുൽത്താനയും ഝാൻസി റാണിയും ഭരിച്ചൊരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാ സമുദായങ്ങളിലും മുമ്പോട്ട് വന്ന സ്ത്രീകളുണ്ട്. പക്ഷേ ലൈംഗികതയുമായി സംബന്ധിച്ച് കൺസർവേറ്റീവ് പൊസിഷന് ചില ആശങ്കകളും സന്ദേഹങ്ങളും ഉണ്ട്. ലിബറലുകൾ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് എന്താണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ് എന്നൊരു ചോദിക്കാറില്ല. പകരം അവർക്ക് അവരുടേതായ ഒരു ഇട്ട് ബാക്കി എല്ലാവരും മോശമാണെന്ന് പറയും. അത് ശരിയല്ല. പ്രമോദ് പുണങ്കര, ഇതിപ്പോ ഇടത് സർക്കാർ ആയതുകൊണ്ട് ലിബറൽ ആണ് എന്നുള്ളത് കൊണ്ടാണോ ഈ യാഥാസ്ഥിതികരും ലിബറലുകളും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന നിലയ്ക്ക് അതിനെ ചിത്രീകരിക്കുന്നത്? അല്ല, ഇത് ഇടതുപക്ഷ സർക്കാരായതുകൊണ്ട് മാത്രമല്ല, ഏത് സർക്കാരായാലും ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇവിടുത്തെ സാമൂഹ്യ രീതികളിലും ഇടപെടുന്നതിനുള്ള ഈ മതയാഥാസ്ഥിതികരുടെയും പിന്തിരിപ്പന്മാരുടെയും സമീപനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ്. നമ്മളിത് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ അച്ഛനും അമ്മാവനും പഴയ 90 വയസ്സായ ആൾക്കാർക്കും ആരെങ്കിലും ഇറുകിയ വസ്ത്രം ഇടുന്നതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരുടെയൊക്കെ സമ്മതം വാങ്ങിയിട്ട് ആളുകൾ വസ്ത്രധാരണം നടത്തേണ്ട ഒരു രാജ്യമൊന്നുമല്ല ഇത്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാമായ ഭരണഘടനാപരമായി തന്നെ ആ സ്വാതന്ത്ര്യം നിശ്ചയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന മതയാഥാസ്ഥിതികരെ, ഇപ്പൊ ഈ പറയുന്ന കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു സാധനമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നു മാത്രമല്ല, മതസംഘടനകളുടെയും മതപുരോഹിതന്മാരുടെയും തീട്ടൂരങ്ങൾ ഒരിക്കലും ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ എടുത്ത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിശ്ചയിക്കേണ്ടതിന് കണക്കാക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു. ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? സംസ്ഥയുമായിട്ടാണോ കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ മുജാഹിദ്ദീൻ സംഘടനകളുമായിട്ടും RSSുമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടാണോ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. അതിവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ആണ് അത് തീരുമാനിക്കേണ്ടത്. വിദ്യാഭ്യാസ വിദഗ്ധരാണ് അത് തീരുമാനിക്കേണ്ടത്. പകരം ഈ പറഞ്ഞ പോലെയുള്ള മതയാഥാസ്ഥിതികരുടെ തീട്ടൂരങ്ങളെ ഇക്കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ട് പൊസിഷനുകൾ ഇക്കാര്യത്തിലുണ്ട്. അവ തമ്മിൽ ഒരു കൺസെൻസസ് വേണമെന്നൊക്കെ പറയുന്നത് ഒരു കൺസെൻസസിന്റെയും ആവശ്യമില്ല. സമുദായങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് സാർ, അത് മനസ്സിലാക്കണം. സമുദായങ്ങൾക്കാണ് ഏറ്റവും വിപുലമായ ചർച്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നതിൽ തർക്കമില്ല. എന്തായാലും പ്രതികരണങ്ങൾ കുറച്ചേറെ ആയിപ്പോയോ, ആദ്യമേ ആയിപ്പോയോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇത്രയും വലിയ പ്രശ്നവും ഇത്രയും വലിയ വിവാദവും ഉണ്ടാകാനുള്ള ഒരു കാരണമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സംശയം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.